नमस्कार എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം। आप लोगों का हार्दिक का स्वागत है मेरा वीडियो में। अभी मैं धर्मशाला मैक्नोलगंज पहुंच गया हूँ। अभी इधर का मौसम तो बहुत ठीक है, मतलब फोग जैसा ही है। कहीं पे भी देखो आपको फोग जैसा ही मिलेगा और अच्छा है बहुत। എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഫോഗ് പോലെ കാണാൻ കഴിയുള്ളൂ. ഉള്ള നല്ലൊരു ക്ലൈമറ്റാണ് ഇവിടുത്തെ. പിന്നെ ഇതിപ്പോൾ നേരെ ചെന്ന് കയറുന്നത് മെയിൻ മാർക്കറ്റിലേക്കാണ്. ഇതിൻ്റെ ഓഡിയോ പോയതിനു ശേഷമാണ് എനിക്ക് ഇത്രയും പാടായത്. ഇത് ഫുള്ള് മാർക്കറ്റ് കാര്യങ്ങളൊക്കെ. ഇവിടെ ഒരുപാട് വലിയ വലിയ മാർക്കറ്റുകളൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൻ്റെ രണ്ട് സൈഡും മാർക്കറ്റ് കാര്യങ്ങളൊക്കെ. ഇവിടെ എല്ലാ തരം ഷോപ്സും അവൈലബിൾ ആണ്. ये मैक्नोलगंज है, इधर पूरा मार्केट एरिया है। इधर आपको शॉपिंग के लिए बहुत ज़्यादा शॉप्स अवेलेबल है और दिखने में बहुत सुंदर है। मतलब एक बहुत डिफरेंट टाइप का शहर है। पूरा बिल्डिंग्स अभी बना दिया है, वो पहाड़ के ऊपर है, वो उसका कंस्ट्रक्शन भी अलग है। बहुत अच्छा है देखने में और इतना ज़्यादा सुंदर होगा मैं कभी सोचा भी नहीं था। और इधर आपको तिब्बतियन मार्केट सभी कुछ मिलेगा, तिब्बतियन टाइप्स का। आपको कुछ हिस्टोरिकल वाला कुछ लेना है वो भी सभी इधर मिलेगा। और मैं अभी जा रहा है, मेरा होटल पे बुक किया है, वही होटल पे मैं जा रहा है और इस रास्ते सीधा जाता है वो। ഇപ്പോൾ ഈ കാണുന്നത് നിങ്ങൾ ഈ മക്നോൾഗഞ്ചിൽ നിന്ന് ഞാൻ എൻ്റെ താമസിക്കുന്ന സ്ഥലം, അതായത് ഹോട്ടലിൽ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്ക് പോകുന്ന വഴിയാണ്. ഇവിടെ ഫുള്ള് ഫോഗാണ്. आप लोग अभी देख रहा है ये मैं बुक किया वो होटल में जा रहा है। गोबईगो से मैं बुक किया था मैक्नोलगंज में, मेरे को उधर मिल गया वो होटल। देख के मैं जा रहा है उसका मैप डाल के. ഞാൻ അതിൻ്റെ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ട് ആ വഴിയിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. അവിടെ അങ്ങനെ ഞാൻ ബുക്ക് ചെയ്ത ഹോട്ടൽ മിത്രയിലേക്ക് എത്തി. ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ നല്ല സ്ഥലമുണ്ട്. इधर मैं बुक किया है वो ही होटल है, होटल मित्रा। गोबईगो से मैं बुक किया था और इधर गाड़ी पार्क करने के लिए बहुत ज़्यादा जगह भी है और सेफ भी है। इधर का रूम में मैं रुक लिया था और मैं वापस सीधा और दूसरा रूम लेने के लिए जा रहा है। इधर पार्किंग बहुत ही बढ़िया है, सेफ है और ठीक ठाक है। और मैं तो इधर थोड़ा घूम के ऐसे और एक रूम ले लिया इधर से 1 किलोमीटर दूर पे। अभी उधर के लिए निकल रहा मैं। इसमें मेरा वॉइस ओवर देना पड़ा गया क्योंकि वो इसका माइक है ना കംപ്ലൈൻ്റ് हो गया. ഇതിൻ്റെ മൈക്കിന് കംപ്ലൈൻറ്റ് വന്നതിന് ശേഷമാണ് എനിക്കിപ്പോൾ വേറെ വോയിസ് കൊടുക്കേണ്ടി വന്നത്. ഭയങ്കര പാടായിപ്പോയി. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ആകും എന്ന്. ആ ഒരു ടൈമിൽ എന്താ പറഞ്ഞത് ഒരു പിടുത്തവും ഇല്ല. പക്ഷെ എന്നാലും ഞാൻ ഈ വോയിസ് കൊടുത്തുകൊണ്ടിരിക്കുക. ഇവിടുത്തെ ഒരു രക്ഷയില്ലാത്തൊരു
ചെറിയ രീതിയിൽ തണുപ്പുള്ളൂ കേട്ടോ. എന്തായിരുന്നാലും ആ സമയത്ത് ജമ്മുവിൽ നല്ല ചൂടായിരുന്നു. ചൂടിൽ നിന്ന് ഇവിടേക്ക് വന്നപ്പം തണുപ്പില്ല, എന്നാൽ അത്യാവശ്യം മഴയൊക്കെ ഉണ്ട്. ചെറിയ രീതിയിൽ നല്ല ഫോഗുണ്ട്. എപ്പോഴും ഫോഗി ആയിരിക്കും ഇവിടെ. पूरा टाइम इधर फॉग ही मिलेगा आपको, क्योंकि इधर थोड़ा हल्का सा बारिश भी हो रहा था। और ये मैक्डोनल्ड देखने में बहुत मस्त जगह है, मतलब दलाई लामा इधर ही स्टे कर रहा है ऐसे बोल दिया मेरे को। वो मैप इधर से दिखा है मेरे को, मैं सीधा आगे निकल गया, देखते हैं। और गाड़ी इधर पार्क किया, दूसरा होटल पे वो लोग बात करके ऐसे बोल दिया इधर ही പാർക്ക് कर दे ഉധർ തക്ക്. പുള്ളി എൻ്റെ ബാഗുമായിട്ട് ഫ്രണ്ടിലോട്ട് നടന്നു നീങ്ങാൻ പുള്ളിയെ ഫോളോ ചെയ്ത് ഞാനും പുള്ളിയുടെ പിറകെ പൊക്കോണ്ടിരിക്കുക. ഇനി മേളിലോട്ട് പുള്ളി പറഞ്ഞു കുറച്ച് ദൂരം നടക്കാനുണ്ട്, ഇവിടെ വഴി ക്ലിയർ അല്ല. അപ്പം മേളിലാണ് ഞങ്ങളെ ഹോട്ടൽ വരുന്നത്. പുള്ളി എൻ്റെ ബാഗൊക്കെ പുള്ളി എന്നെ എടുത്ത് നടക്കുക, ഞാനും എൻ്റെ കുറച്ച് ലഗേജുമായിട്ട് ഞാനും ബാക്കിൽ നിന്ന് പുള്ളിയെ ഫോളോ ചെയ്ത് നടന്നുകൊണ്ടിരിക്കുക. അവിടെ താമസിക്കുന്ന ആൾക്കാരത് ഈ ഇറങ്ങി വരുന്നത്. പിന്നെ ഇവിടെ ഈ പോകുന്ന വഴിക്ക് നിങ്ങൾക്ക് ഈ ക്യാമ്പിങ്ങിന് വേണമെങ്കിൽ ക്യാമ്പ് അടിച്ച് ടെൻ്റ് അടിച്ച് കിടക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പറ്റും. അതിനുള്ളതാണ് ഇത് ഈ കാണുന്ന നമ്പർ, ക്യാമ്പിംഗ് വേൾഡ് എന്നും പറഞ്ഞിട്ട്. കണ്ടില്ലേ, കഫേ റെസ്റ്റോറൻറ്റ് എല്ലാം ഉണ്ട് അവർക്ക്. ഇതോ നേരെ കാണുന്നത് നമ്മൾ താമസിക്കാൻ പോകുന്ന ഹോട്ടൽ. अभी मैं जा रहा है उस साइड पे देखा, वो कैंपिंग के लिए वो जगह देता है, वो रेस्टोरेंट भी है उनके पास। और भैया मेरा लगेज लेके ऐसे जा रहा है, भैया को मैं फॉलो करके ऐसे पीछे जा रहा था। और ये हम बुक किया वो रेस्टोरेंट, इधर का रूम देखा, 800 रुपये में मैं ले लिया था. 800 രൂപയ്ക്ക് ഞാൻ എടുത്ത റൂമാണ് ഇത് ഓക്കെ എന്തായിരുന്നാലും. അപ്പോൾ ഇനി ഇവിടെ ആയിരിക്കും. അത് കഴിഞ്ഞ് ഞാൻ പിറ്റേ ദിവസം ഇറങ്ങിയപ്പോഴത്തേക്ക് എൻ്റെ KL രജിസ്ട്രേഷൻ കണ്ടിട്ട് അവിടുത്തെ ആൾക്കാർ വന്നു. അവർ ചോദിക്കുന്നത് കൊൽക്കട്ട രജിസ്ട്രേഷൻ ആണോ എന്നാണ് ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു കൊൽക്കട്ട അല്ല, വെസ്റ്റ് ബംഗാളിലെയാണ് കൊൽക്കട്ട എന്ന് പറയുന്നത്, WB ആണ് പറയുന്നത്, നമ്മളത് കേരളയാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ പുള്ളിയുടെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തന്നുകൊണ്ടിരുന്നു. അങ്ങനെ അവരുടെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞ് ഞാനിതാ ഇവിടെ ടിബറ്റൻ മാർക്കറ്റ് കണ്ടോ, നമുക്ക് ഫ്ലാഗ് കാര്യങ്ങൾ ഇതെല്ലാം ഇവിടെ കിട്ടും. നല്ല അത്യാവശ്യം നല്ല റേറ്റ് പറയണുണ്ട്. ലഡാക്കിനെയും കാട്ടി നല്ല റേറ്റ് ഇവിടെ പറയണം. അങ്ങനെ ഒരു ചെറിയൊരു ഫ്ലാഗ് ഞാൻ ഇവിടുന്ന് മേടിച്ചു. അതിന് തന്നെ പുള്ളി എൻ്റെ കയ്യിൽ നിന്ന് 60 രൂപ വാങ്ങി ആ ഒരൊറ്റ ചെറിയ ഫ്ലാഗിന്. ഞാൻ ആ വലിയ ഫ്ലാഗ് നമ്മളൊരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഞാൻ ചോദിച്ചായിരുന്നു, ഇതേപോലെ എവിടെയെങ്കിലും കിട്ടുവാണെന്നുണ്ടെങ്കിൽ വാങ്ങിക്കണം ഇടാന്ന് പറഞ്ഞിരുന്നു. അങ്ങനെ അത് കിട്ടിയില്ല. അപ്പോഴാണ് പുള്ളി ഒന്ന് പറഞ്ഞ് ഇത് 1 വേ ആണ്, അങ്ങോട്ട് പോകല്ല, അവിടെ പോലീസുണ്ട്, നിങ്ങൾ തിരിച്ചു വിട്ടോ പെട്ടെന്ന് തന്നെ. അങ്ങ് ദൂരെ കണ്ട പോലീസ് ഇരിക്കുന്നത്. എനിക്കറിയില്ലായിരുന്നു. ഇവിടെ മക്ഡോണൽഡ് വരണവരിത് ശ്രദ്ധിക്കുക, ഇവിടെ ഫുള്ള് 1 വേസ് കൂടുതലാണ്. അപ്പം അത് നോക്കി വേണം ഇവിടെ വണ്ടി ഓടിക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ പണി കിട്ടും, നല്ല രീതിയിൽ ഫൈൻ അടിച്ച് കൈ തരും. അങ്ങനെ വണ്ടി തിരിച്ചു, എങ്ങനെയൊക്കെയോ വണ്ടി തിരിച്ച് ഞാൻ നേരെ വിടുക. അവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല, 1 വേ ആണ്. അങ്ങനെ ഇതൊന്നും പെട്ടെന്ന് നമ്മൾ ശ്രദ്ധിക്കാത്ത രീതിയിൽ എല്ലായിടത്തും വല്ല ബോർഡും വെച്ചിട്ടുണ്ടായിരിക്കണം. അവർക്ക് ഫൈന്, അവർക്ക് എന്തായിരുന്നാലും പുറത്തുനിന്ന് വരണവർ ഇതേപോലെ കയറി വരുമെന്ന് അവർക്കറിയാം. ഇപ്പോൾ റെൻറ്റ് ബൈക്കൊക്കെ എടുത്തിട്ട് ഇതേപോലെ കയറി വരണവർ കാണും. അപ്പോൾ അത് മാക്സിമം ഫൈൻ അടിക്കാൻ വേണ്ടിയിട്ട് അവന്മാർ നിൽക്കും. आप लोग इधर आएगा तो इधर बहुत ज़्यादा 1 वेस है, वो भैया मेरे को बताया सीधा घुमाओ, नहीं तो पीछे पुलिस पड़ी है, वो फाइन मार देगा, इसलिए जल्दी से जल्दी इधर से निकलो.
फिर मैं उधर से निकल गया। इधर पूरा फॉग है और इधर ऐसे कुछ नहीं लिख देगा, मतलब वन वे है ऐसे कुछ। इधर गाड़ी मैक्लोडगंज में गाड़ी चलाता है तो ध्यान से चलाना, मतलब इधर वन वे है वो पूछ के, वो पता करके उस उधर चलाना, मतलब नहीं तो वो फाइन मार देगा।